ഇരു മുന്നണികളും മാറി മാറി ഭരിച്ച മൂവാറ്റുപുഴ നിയോജക മണ്ഡലം വികസന കാര്യത്തിൽ ഏറെ പിന്നോട്ട് പോയെന്ന് NDA സ്ഥാനാർത്ഥി സണ്ണി കടുത്താട്. വികസനങ്ങളെപ്പറ്റി വാചാലനാകുന്ന ജനപ്രതിനിധികൾ എവിടെയാണ് വികസനം കൊണ്ടുവന്നതെന്ന് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പ്രചരണം രണ്ട് തരത്തിലാണ്. പരസ്യ പ്രചരണമുണ്ട്. പക്ഷേ പരസ്യ പ്രചരണത്തിന് NDAയെ സംബന്ധിച്ച് ചില പരിമിതികളുണ്ട്. മറ്റുള്ള സ്ഥാനാർത്ഥികൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് പ്രചരണം നടത്തുന്നത്. പക്ഷെ നമുക്ക് ഈ കോടികൾ മുടക്കി വലിയ കോലാഹലങ്ങൾ നടത്തി പ്രചാരണം നടത്തേണ്ടതില്ല എന്നാണ് നമ്മുടെ 2020യുടെയും ഞങ്ങളുടെയും തീരുമാനം. കാരണം കോടികൾ മുടക്കി ശതകോടികൾ സമ്പാദിക്കാനുള്ള ബിസിനസ് അല്ല രാഷ്ട്രീയം, പൊതുപ്രവർത്തനം. അതുകൊണ്ട് ആ രീതിയിലുള്ള ലളിതമായ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നു. മറ്റൊരു വശത്ത് നിശബ്ദമായ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ഈ രണ്ട് മുന്നണികളുടെയും രാഷ്ട്രീയ വഞ്ചനയ്ക്കും നെറികേടിനുമെതിരെയുള്ള നിശബ്ദമായ ഒരു പ്രതിഷേധം ഇവിടെ അലയടിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വോട്ടായിട്ട് NDAയ്ക്ക് അനുകൂലമായിട്ട് വരും. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായൊരു ത്രികോണ മത്സരത്തിൽ തന്നെയാണ് ഈ മണ്ഡലം മുന്നോട്ട് പോകുന്നതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വോട്ടർമാരെ സമീപിക്കുമ്പോൾ അവർ ഈ മുന്നണികൾക്കെതിരെയുള്ള വികാരം നമ്മളോട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പറയുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒന്ന്, ഇവിടെ മാറി മാറി ജനപ്രതിനിധികളുണ്ടായിരുന്നു. ഇവിടെ 1300 കോടിയുടെയും 9000 കോടിയുടെയൊക്കെ വികസന കഥകൾ പറയുന്നുണ്ട്. ഈ നാട്ടുകാരെ ഈ വികസനം ഒന്ന് കാണിച്ചു കൊടുക്കണം, എന്താണ് ഇവിടെ വികസിപ്പിച്ചതെന്ന്. അപ്പോൾ അതിന് മറുവശമുണ്ട്. നമ്മുടെ തൊടുപുഴയിൽ നിന്ന് ഊന്നുകല്ലിനുള്ള ഒരു സംസ്ഥാന പാതയുണ്ട്, SH44. ആ റോഡ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നതാണ്. ആ സംസ്ഥാന പാത ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു. ഇവിടുത്തെ ജനപ്രതിനിധികൾ അതറിഞ്ഞിട്ടുണ്ടോ? പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ നമ്മുടെ മൂവാറ്റുപുഴയിൽ ഒരു സിവിൽ സർവീസ് അക്കാഡമി ഉണ്ടായിരുന്നു. ആ അക്കാഡമി ഇപ്പോൾ എവിടെയാണെന്ന് ജനപ്രതിനിധികളും ഈ രാഷ്ട്രീയക്കാരും പറയണം. അത് ആലുവയ്ക്ക് പോയി. പൈനാപ്പിൾ ഫാക്ടറി നടുക്കര അടഞ്ഞു കിടക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ മൂവാറ്റുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഇപ്പോൾ അടഞ്ഞു കിടക്കുകയല്ല, അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ലേലം ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ വികസനങ്ങളൊക്കെ മുരടിച്ചിരിക്കുന്നു. എന്നാൽ മറുവശത്ത് ഒത്തിരി വികസന സാധ്യതകളുണ്ട്. പക്ഷേ 6.5 ലക്ഷം കോടി രൂപയുടെ കടമുള്ള കേരള സംസ്ഥാനത്തിന് ഇനി വീട് വെച്ച് കൊടുക്കാനോ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുകയില്ല എന്നും, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോടിക്കണക്കിന് രൂപ ഇവിടേക്ക് ഒഴുകിയെങ്കിൽ മാത്രമേ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുള്ളൂ എന്നും ആളുകൾക്കറിയാം. ഈ ഇടതിനെയും വലതിനും എന്തിനാണ് വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നതെന്ന് ഇവിടെയുള്ള പ്രബുദ്ധരായ വോട്ടർമാർ ചിന്തിക്കണം. അതാണ് ജനങ്ങളുടെ പൊതുവായ ഒരു അഭിപ്രായം, താല്പര്യം. അതനുസരിച്ചുള്ളൊരു ജനവിധി തീർച്ചയായിട്ടും ഉണ്ടാവും. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.